ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണ വേണ്ട നോക്കണ്ട കേട്ടോ. എനിക്ക് നല്ല തൊണ്ടവേദന ആയിട്ടുണ്ട്. പക്ഷേ ഇതെടുക്കുമ്പോൾ എനിക്ക് ഇത്രയ്ക്ക് അവസ്ഥയായിട്ടുണ്ടായിട്ടില്ല. കാരണം ഇന്ന് നമ്മൾ തിങ്കളാഴ്ചയാണ്, വീട്ടിലുള്ള ആഘോഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. അതുകൊണ്ട് ആണിത് രാവിലെ കുഴപ്പമൊന്നുമില്ല, വെറുതേക്ക് ഇരിക്കുക. പക്ഷെ ഒരു നല്ല ഉഗ്രം പണി കിട്ടി ഗൈസ്. വൈക്കം തൊടുപുഴ വരെ ഈ ഒരു നിപ്പ് നിൽക്കുകയായിരുന്നു. എൻ്റെ സീറ്റിൽ ഇതൊക്കെ അന്തസ്സായിട്ട് എൻ്റെ ബാഗ് ഇരിക്കുകയായിരുന്നു. ഞാൻ ഒറ്റ നിപ്പ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ജീവിതം മടുത്തു. നിന്ന് നമ്മളൊരു വരുവായി. ഇപ്പം ഞാൻ ഒരു ബ്ലാക്ക് കോഫി പറഞ്ഞിട്ടുണ്ട്. നല്ല ഉറക്കമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവും ഉറക്കം വന്നിട്ട്. ബ്ലാക്ക് കോഫി കുടിച്ചിട്ട് ജില്ലായിട്ടിരിക്കണം ഗൈസ്. അപ്പോൾ അത് കുടിച്ചിട്ട് റൂമിൽ പോയി നമുക്ക് യൂണിഫോമിലേക്ക് മാറണം. അതാണത്. ഞാൻ റൂമിൽ വന്നു, ഡ്രസ്സൊക്കെ മാറി യൂണിഫോമിലോട്ടായിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് ഫസ്റ്റ് അവർ നമുക്ക് ഇൻറ്റേർണൽ എക്സാം ഉണ്ട്. സോ നമുക്കത് എഴുതണം. സമയം പിന്നെ ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ചെല്ലാം. അപ്പോൾ ആ ഒരൊറ്റ നിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലാസ്സിലേക്ക് വരയ്ക്ക് ഫസ്റ്റ് അവർ ആയത് ഭാഗ്യമുണ്ടോ കേസ്. ഇൻറ്റേർണൽ എക്സാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇൻറ്റേർണൽ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇവരൊക്കെ കുറച്ച് നേരം കൊടുക്കാനുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ക്ലാസ് റെപ്പ്, നമ്മുടെ ഗേൾ ക്ലാസ് റെപ്പാണ്. അത് കഴിഞ്ഞ ശേഷം എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നിനും കയ്യിലായിരുന്നു. പക്ഷേ പുറത്ത് കാണിക്കരുതല്ലോ. അപ്പോൾ നമ്മളിത് ഒരുങ്ങി സുന്ദരിമണിയായിട്ടൊക്കെ ഇരിക്കും. നമുക്കിപ്പോൾ ലൈബ്രറി അവറാണ്. ഈ അവർ കഴിഞ്ഞ് നമുക്ക് ലഞ്ച് ബ്രേക്കാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. കാരണം ലഞ്ചിനുള്ള ഫുഡ് എന്താണെന്ന് തലേ ദിവസം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാനില്ല, അവിടെ ചെന്നിട്ട് നിങ്ങൾ കാണിച്ചത് ഗൈസ്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ 2-3 പേര് പറഞ്ഞു ഗൈസ് ഞാൻ മെലിഞ്ഞോന്ന്. എനിക്ക് അതിനുശേഷം ഭയങ്കര സന്തോഷം ഗൈസ്, ഭയങ്കര സന്തോഷം. തുള്ളി നടക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഗൈസ്, ഇന്ന് ബസ്സിൽ നിന്നോടുന്ന സമയത്ത് എൻ്റെ കൈയാണെങ്കിൽ ഇതിലൊറ്റ ഇങ്ങനെ പിടിച്ച് ഭയങ്കര പ്രഷറിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കലായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ കൈക്ക് മുറിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചെറിയ മുറിവാണ്, പക്ഷേ ഈ ചെറിയ മുറിവാണ് എപ്പോഴും ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുക. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇന്ന് നമ്മൾ അടിപൊളി ലഞ്ചായിരുന്നു ഗൈസ്. നല്ല ലഞ്ചായിരുന്നു. ഒന്ന് ചിക്കൻ തോരനും പിന്നെ ചോറും സാമ്പാറും പുളിശ്ശേരിയും നല്ല മാങ്ങാച്ചാറും എല്ലാം കൂടെ കുഴച്ച്. ഞാനാണെങ്കിൽ സാമ്പാറിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ അമ്മിണി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സാമ്പാറിൻ്റെ കാണിക്കായിരുന്നത്. എല്ലാം കൂടെ കുഴച്ച് കഴിച്ച് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ ക്ലാസ് റെപ്പില്ലേ, അവളും പിന്നെ വേറൊരാളും കൂടെ അപ്പുറത്ത് ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ബലത്തിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. കണ്ണൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഗൈസ്, എനിക്ക് ചുമ നല്ലപോലെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് അവർ ഇല്ലായിരുന്നു. സോ ഞാൻ റൂമിലേക്ക് വന്നു. പക്ഷെ നമുക്ക് എനിക്ക് നടക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് കിടന്നിട്ട് ഇപ്പോൾ ഒരു 3:42 ആയിട്ടുണ്ട്. അപ്പോൾ 3:42 കഴിഞ്ഞൊരു 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നടക്കാൻ പോവുക എന്നാണ് എൻ്റെ വിചാരം. എനിക്കറിയാൻ പാടില്ല ഗൈസ്, നല്ല ചുമയുണ്ടാവുകൊണ്ട് ചുമച്ചിട്ട് നീര് വീണിട്ടുള്ളത് കാരണം എനിക്കറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ ഇവിടെ കരണ്ട് പോയി. എൻ്റെ റൂംമേറ്റ് ഗൈസ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പഠിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതേ കണ്ടോ ഗൈസ്, കണ്ടോ. പിന്നെ നമുക്ക് രാത്രി കഴിക്കാനായിട്ട് നല്ല കപ്പയും മുളകൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനാണിത് കഴിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം തലേ ദിവസം തന്നെ മെനു എന്താണെന്ന് പറയും. അപ്പം ഇന്നത്തെ ഫുൾ ഡേ മെനു സൂപ്പറായിരുന്നു. ചിക്കൻ തോരനും കപ്പയും മുളകും അടിപൊളി. ഇന്ന് നമുക്ക് നടക്കാനും പിടിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഫുഡ് കഴിച്ചു ഒക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പനിയൊന്നും വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേർക്കുന്നുണ്ട് നല്ലപോലെ. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാത്രി നമുക്ക് റിസ്ക് എടുക്കണ്ട. ഒരു ഡോളോ കഴിച്ചിട്ട് കിടക്കാമെന്ന് ഞാൻ ഓർത്തു. പിന്നെ കുളിക്കുകയൊന്നും ചെയ്തില്ല. നാളെ നമുക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് ബോഡിയൊക്കെ ഒന്ന് കഴിക്കുന്നു കുളിക്കാനല്ലാതെ എനിക്ക് ഒന്നിനും കഴിയില്ല. ഒന്നാമത്തെ കേസ് രാവിലത്തെ കാര്യം പിന്നെ ഞാൻ പറയേണ്ടത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഒന്നിനും കഴിയില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.